നമ്മളിവിടെ സെക്കൻഡ് വീഡിയോ ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ബിൽഡിംഗ് എ സ്റ്റാർട്ടപ്പ് ഓർ ഡ്രീം ടു ബിൽഡ് എ സ്റ്റാർട്ടപ്പ് എന്ന കണ്ടന്റിൽ ഒരു സെക്കൻഡ് മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ കുറെ ബിസിനസ് ഇവാലുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു ബുക്ക് ഓൺലൈനിൽ ലഭിക്കുകയും അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊരു ബിസിനസ്സും എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു വിജയകരമായ രീതിയിലേക്ക് നയിക്കാനുള്ള വഴികളാണ് ഈ ബുക്കിലൂടെ പറയുന്നത്. ബിയോണ്ട് ബിസിനസ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണിത്. ജിയാൻ ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓത്തറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ഓത്തറിൽ നിന്നുപരി ഇദ്ദേഹം ഒരു ട്രെയിനർ കൂടിയാണ്. അതായത് ഏതൊരു ബിസിനസ്സും വിജയകരമാക്കാൻ ഒരു ഡിസൈൻ, ഒരു ആപ്പ്, ഒരു സ്ട്രാറ്റജി ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വളരെയധികം സ്റ്റാർട്ടപ്പുകളും അതേപോലെ തന്നെ ബിസിനസ്സുകളും ഇദ്ദേഹം ഒരു തേർഡ് പാർട്ടി രീതിയിൽ സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹം പറയുന്നത് ഒരു ഫൈവ് പെന്റഗൺ സ്റ്റൈൽ അപ്രോച്ച് ആണ്. അതായത് നമ്മുടെ എല്ലാ ബിസിനസ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുക ഫസ്റ്റ്. അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു ഫൈവ് ഫേസ് അല്ലെങ്കിൽ 5 കാറ്റഗറി പ്ലാനിങ് ഉണ്ട്. അതായത് ക്യാരക്ടർ, ഡിസയർ, എംപതി, ട്രസ്റ്റ്, കൺസിസ്റ്റൻസി. അങ്ങനെ 5 രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ ഫീഡ്സ് ഡിസയർ ഫീഡ്സ് എംപതി ഫീഡ്സ് ട്രസ്റ്റ് ഫീഡ്സ് കൺസിസ്റ്റൻസി, ആൻഡ് ഫൈനലി കൺസിസ്റ്റൻസി ഫീഡ്സ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്ലിക് ഡയഗ്രാം ബേസ്ഡ് അപ്രോച്ച് ആണ്. ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവേണ്ടിയിരിക്കില്ല, കാരണം ഇതൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ മാത്രമേ നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ക്യാരക്ടേഴ്സ്, സോ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു കോഫി ഷോപ്പ് എടുക്കാം. സോ ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 1-to-1 രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഞാൻ സ്റ്റാർബക്സ് അല്ലെങ്കിൽ കഫേ കോഫി ഡേ അങ്ങനത്തെ ഒരു കോഫി ഷോപ്പാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ്, ഓൺ ദ അതർ സൈഡ് ഹി ഈസ് ഡൂയിങ് എ നോർമൽ കോഫി ഷോപ്പ്. സോ നമ്മളിവിടെ ക്യാരക്ടർ സ്കോർ കാർഡിൽ 5 പോയിന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അതായത് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ഡീറ്റെയിൽസ്, ഒറിജിനാലിറ്റി, സ്ട്രാറ്റജി. വാല്യൂസ്, സോ വാല്യൂസിൽ, അതായത് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബിസിനസിന്റെ വാല്യൂ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ഞാൻ സ്റ്റാർബക്സ് ആണ് തുടങ്ങുന്നത്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അതായത് ഞാനിത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ കോഫി ബീൻസ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന രീതി, കോഫി മേക്കർ, അതേപോലെ അങ്ങനത്തെ എൻറ്റയർ ഡിസ്പ്ലേ കൊണ്ടുവരികയാണെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാല്യൂസ് നന്നായിട്ട് എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഐ വിൽ ഗെറ്റ് 1 mark as yes. On the other side, ഒരു നോർമൽ കോഫി ഷോപ്പ് വ്യക്തിക്ക് ഈ വാല്യൂസ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോ ആയിരിക്കും. ഓൺ ദ ആറ്റിറ്റ്യൂഡ് ലെവൽ, സോ വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ആറ്റിറ്റ്യൂഡാണ് ബിസിനസ്സിന് കൊടുത്തിരിക്കുന്നത്. അതായത് കോഫി ഷോപ്പിൽ ഞാൻ കോഫി കൊടുക്കുന്നത് അതിൻ്റെ
ഒരു സെർവിങ് സ്റ്റൈൽ എല്ലാം ഒരു സ്റ്റാർബക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതാണ് ആറ്റിറ്റ്യൂഡ്. ഈവൻ കോഫി ടോപ്പിംഗ് വരെ ഒരു ഡിസൈനിലാണ് കൊടുക്കുക. അപ്പം ആറ്റിറ്റ്യൂഡിൽ എനിക്ക് യെസ് ആയിരിക്കും. ഓൺ ദ അതർ സൈഡ് ആറ്റിറ്റ്യൂഡ് ഫോർ എ നോർമൽ കോഫി ഷോപ്പ് വിൽ ബി യെസ് ഓർ നോ. അപ്പം then coming to details, do we have ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഡീറ്റെയിൽ ഉണ്ടോ? അതായത് ഏതൊരു കോഫി ഷോപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒരു ഡീറ്റെയിൽ സ്പോട്ട് ചെയ്യാൻ കഴിയും, കോഫി റിലേറ്റഡ് ആയിട്ട് സംതിങ്. സോ ദാറ്റ് ഈസ് സോ ഐ വിൽ ഗെറ്റ് an yes, and for normal coffee shop it will get no. And originality means ഒരു കോഫി ഷോപ്പിൽ കയറിയ ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു ഒറിജിനൽ ഫീൽ ബിസിനസ്സിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അത് സ്റ്റാർബക്സിന്റെ കേസായിരിക്കും. നോർമൽ കോഫി മേ ബി നോ, മേ ബി യെസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് സ്ട്രാറ്റജി ബേസ്ഡ്, അതായത് ഈ അപ്രോച്ച് എന്നും നമുക്ക് അതായത് ഒരു കോഫി പ്രസന്റ് ചെയ്യുന്ന രീതി, അത് എല്ലാ കാലവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യന് സ്റ്റാർബക്സിന് അതിൻ്റെതായിട്ടുള്ള റൂൾ ബുക്ക് ഉണ്ട്. ആ സ്ട്രാറ്റജി ബേസ്ഡ് റൂൾ ബുക്കാണ്. അത് ഒരു നോർമൽ കോഫി ഷോപ്പിന് ഇല്ല. സോ ഈ മാർഗം എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റാർബക്സിന് 4 points 5 points, and for normal coffee shop it is less than or maybe 1 or below ആയിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ഡിസയർ സ്കോർ കാർഡാണ്. അതായത് ഇതിന്റെ അണ്ടറിൽ ഒരു 5 കാറ്റഗറീസ് വരുന്നുണ്ട്: ബിഹേവിയർ, എസ്തെറ്റിക്സ്, പർപ്പസ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഇമ്പാക്ട്. ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതായത് ബേസിക്കലി ക്യാരക്ടർ ഫീഡ്സ് ഡിസയർ ആണ്. അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ചോദിച്ചാൽ ഓക്കെ. സോ ഡിസയർ സ്കോർ കാർഡ്, അതായത് ഈ ക്യാരക്ടർ ഫുൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഡിസയർ, അതായത് ക്യാരക്ടർ ആണ് ഒരു ബിസിനസിന്റെ ക്യാരക്ടറാണ് അതിന്റെ ഡിസയറിലേക്ക് കൊണ്ടുപോകുക. അതായത് ഈ ഒരു കോഫി ഷോപ്പിന്റെ ആവശ്യകത അല്ലെങ്കിൽ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാം, ഒരു ഡിസയർ ഉണ്ടാക്കുക. ഈ കോഫി ഷോപ്പ് ഇനിയും വളർത്താൻ അതായത് നമ്മൾ ഏത് സംഭവം എടുത്താലും, ഒരു ചെറിയ സംഭവം എടുത്താലും അത് വളർത്താൻ കഴിയില്ല എന്നുള്ള, അതായത് ജസ്റ്റ് ഒരു കോഫി ഷോപ്പിൽ കോഫി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനുപരി അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസയർ സ്കോർ കാർഡിലൂടെ യൂസ് ചെയ്യുന്നത്. അതായത് ചെയ്യുന്നത് ഒരു ബിഹേവിയർ അപ്രോച്ച്, അതായത് എന്തൊക്കെ രീതിയിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് ബിഹേവിയർ അപ്രോച്ച്. അതിൽ സ്റ്റാർബക്സിന്റെ കേസിൽ അവരെപ്പോഴും പുതിയ കോഫി ഇൻവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് ഓരോ കോഫി കപ്സിലും. എവറി മന്ത് ഓർ എന്തെങ്കിലും വെറൈറ്റീസ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് ആ ഒരു എൻഹാൻസ് ചെയ്യാനും ഡിസ്ട്രപ്റ്റ് ചെയ്യാനും അവർക്ക് കഴിയുന്നു. ഫോർ നോർമൽ കോഫി ഷോപ്പ് ഇറ്റ്സ് നോ, ഇറ്റ്സ് ദ സെയിം കോഫി എവർ. എസ്തെറ്റിക്സ്, ഡസ് അവർ ബിസിനസ് പ്രൊഡക്റ്റ് ഇൻകോർപ്പറേറ്റ് ഓർഡർ, ഹാർമണി ഓർ ക്ലാരിറ്റി? അതായത് ഒരു കോഫി കൊടുക്കുമ്പോൾ ആ കോഫി കപ്പ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിനൊരു മീനിങ്, അതായത് എത്രത്തോളം ഒരു മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ സ്റ്റാർബക്സ് ഇറ്റ്സ് യെസ്, ഫോർ നോർമൽ കോഫി ഷോപ്പ് ഇറ്റ്സ് നോ. ദെൻ പർപ്പസ്, അതായത് ഈ കോഫി ഷോപ്പിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ, അതായത് ഒരു വിഷണറി ഉണ്ടോ? ഫോർ സ്റ്റാർബക്സ് ദർ ഈസ് എ വിഷണറി, അതായത് they always wanted to
feed their customers with different types of coffee and uh, explore the different things about coffee. So there is a purpose. Craftsmanship. So അതായത് ഇതിന് അതായത് എന്തെങ്കിലും സ്കിൽ സെറ്റ് ആവശ്യമുണ്ടോ? ഫോർ നോർമൽ കോഫി ഷോപ്പ് there is no need of skill set. I mean, there might be a need of skill set, but for Starbucks, it requires machineries and everything. So craftsmanship plays an important role. Impact. Can we clearly identify which trails features carry the most significant impact? അതായത് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ്? അതായത് ഫോർ സ്റ്റാർബക്സ്, നോർമൽ കോഫി ഷോപ്പ് ദർ ഈസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി. ഫോർ സ്റ്റാർബക്സ് മേ ബി സംതിങ് മൈറ്റ് ബി അതായത് എന്തെങ്കിലും മെയിൻ ആയിട്ട് അവരുടെ ടോപ്പിംഗ് ഉണ്ടല്ലോ. ടോപ്പിംഗ്, അതായത് ഒരു ഡിസൈൻ, കോഫിയുടെ മേലെ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ അപ്രോച്ച്, അത് വേറെ എവിടെയും വേറെ ഏതൊരു ഷോപ്പിലും അതിങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഏത് സ്റ്റാർബക്സ് കയറിയാലും സെയിം ഡിസൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഒക്കെ ഒരു പ്ലേ ബൈ റൂൾ ബുക്ക് ആണ്, അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപത്തിയും ട്രസ്റ്റുമാണ്. സോ വൺസ് ഡിസയർ ഇസ് സാറ്റിസ്ഫൈഡ്, വൺസ് ദ ബിസിനസ് ഹാസ് എ ഡിസയർ, അതായത് കോഫി ഷോപ്പ് ബിസിനസ്സിന് ഒരു ഡിസയർ ഉണ്ടായാൽ പിന്നെ അതൊരു എംപത്തിയിലേക്കാണ് മൂവ് ചെയ്യുക. അതിന് തന്നെ 5 things ഉണ്ട്. ടാർഗറ്റ്, നീഡ്സ്, കമ്മ്യൂണിറ്റി, സ്റ്റോറി, റെക്കഗ്നീഷൻ. അതായത് ടാർഗറ്റ് മീൻസ് ഡു വി ഹാവ് എ ടാർഗറ്റ്? ഫോർ നോർമൽ കോഫി ഷോപ്പ് ദർ ഈസ് നോ ടാർഗറ്റ്. അതായത് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടോ വെച്ചാൽ ജസ്റ്റ് ഈവനിങ് കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കണം എന്നുണ്ടാവും. അതിലുപരി ഒരു ടാർഗറ്റ് ഉണ്ടോ, ഒരു മന്ത്ലി ടാർഗറ്റ്, ഒരു ഇയർലി ടാർഗറ്റ്, അതൊന്നും ഒരു നോർമൽ കോഫി ഷോപ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നീഡ്സ്. ഓക്കെ, സോ നമ്മൾ സൊസൈറ്റിന് എന്ത് നീഡാണ് കൊടുക്കുന്നത്? അതായത് ഒരു സ്റ്റാർബക്സ് കമ്പയർ ചെയ്യുമ്പം അതൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു ഒരു ജസ്റ്റ് ഫോർ എ മീറ്റിംഗ്, ഒരു കണക്റ്റിംഗ് പീപ്പിൾ ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പാർട്ട് ഫ്രം കോഫി, കമ്മ്യൂണിറ്റി, ഹാവ് സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? അതായത് നമുക്കൊരു നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ കോഫി ഷോപ്പിന്? അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫോർ നോർമൽ കോഫി ഷോപ്പ് മേ ബി സെയിം പീപ്പിൾ അവിടെ വരാറുണ്ടായിരിക്കാം, അതൊരു കമ്മ്യൂണിറ്റി. പക്ഷെ മേ ബി ഫോർ സ്റ്റാർബക്സ് ഓൾസോ ദർ മൈറ്റ് ബി എ കമ്മ്യൂണിറ്റി. സ്റ്റോറി. സോ അതായത് നമ്മളെ ബിസിനസ്സിന് ഒരു സ്റ്റോറി ഉണ്ടോ? എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇതിനുണ്ടോ? അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പിന്നെ റെക്കഗ്നീഷൻ, അതായത് എന്തെങ്കിലും റെക്കഗ്നീഷൻ, അതേപോലെ തന്നെ എന്തെങ്കിലും മോട്ടോ, എന്തെങ്കിലും ഫോർ സ്റ്റാർബക്സ് മീൻസ് സംതിങ് ദർ, ഒരു മോട്ടോ ഉണ്ടായിരിക്കും, മേ ബി വർക്ക് മോർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. Once empathy is completed, then it comes to trust. Trust means how customers trust our business. So നമുക്ക് ഒത്തൻറ്റിക്, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കാൻ കഴിയില്ല. അതായത് ഈവൻ ഇഫ് വി ആർ അണ്ടർ ലോസ്, വി കനോട്ട് കട്ട് ഡൗൺ അവർ സ്റ്റാൻഡേർഡ്. അതാണ് ഒത്തൻറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് കോമ്പിറ്റന്റ് മീൻസ് ന്യൂ നോളജ്, സ്കിൽസ്, എബിലിറ്റീസ് മീൻസ് അതായത് എപ്പോഴും പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരണം ആണ് ഉദ്ദേശിക്കുന്നത്. ഹോണസ്റ്റ്, അതായത് നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം. ഒരിക്കലും ഒരു പഴയ ഫുഡോ അല്ലെങ്കിൽ മീൻസ് ഹീറ്റ് ആക്കാത്ത ഫുഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. റിലയബിൾ, അതായത് അവർക്ക് നമ്മൾ എപ്പോഴും വിശ്വസിക്കാൻ കഴിയണം. മീൻസ് എവറി ടൈം സെയിം ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഫെമിലിയർ, സോ അതായത് നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ അവരൊരു ഫെമിലാരിറ്റി, അതായത് അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, ഈവൻ ദ സെർവേഴ്സ് ആൻഡ്
സെർവ് ചെയ്യുന്ന ആളും അതേപോലെ തന്നെ വരുന്ന ആളും തമ്മിലൊരു ഇന്ററാക്ഷൻ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് ഫെമിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി സ്കോർ. വൺസ് ട്രസ്റ്റ് ഈസ് കംപ്ലീറ്റഡ്, കൺസിസ്റ്റൻസി സ്കോർ കാർഡ്. സോ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഒരു 5 പോയിന്റ്സ് ഉണ്ട്. സ്റ്റേറ്റസ്, ഇമേജ് വേഴ്സസ് ഐഡന്റിറ്റി, ഹ്യൂമൻ സെന്റേർഡ്, കൊളാബറേറ്റീവ്, എക്സ്പെരിമെന്റൽ. സ്റ്റേറ്റസ്, സോ നമ്മള് നമ്മുടെ ക്രാഫ്റ്റ്, നമ്മുടെ ബിസിനസ്സിനൊരു ഒരു ഒരു ഓവറോൾ സൊസൈറ്റിയിൽ എത്രത്തോളം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതാണ് സ്റ്റേറ്റസ്. അതായത് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ദേ ബിക്കം പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. അതായത് ഒരു ബാഡ്ജിങ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതാണ് സ്റ്റേറ്റസിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. ഇമേജ് വേഴ്സസ് ഐഡന്റിറ്റി. ഓക്കെ, ദ സെയിം തിങ്. നമുക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ കഴിയണം നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ. അതായത് അവിടെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു വാല്യൂ കിട്ടണം. അതേപോലെ ഹ്യൂമൻ സെന്റേർഡ്. സോ അതായത് ഹ്യൂമൻ സെന്റേർഡ് മീൻസ് സൊല്യൂഷൻസ്, എല്ലാ സൊല്യൂഷൻസും നമ്മൾ മീൻസ് ഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലാണോ അല്ലാണ്ട് കൊളാബറേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ. സോ എല്ലാ കൊളാബറേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള അപ്രോച്ച് ആണോ? അതായത് ഓരോന്നും ട്രൈ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഒരു ഡിഫറെന്റ് കോഫി ട്രൈ ചെയ്തു, അത് എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്, നമ്മളെ ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ സൊസൈറ്റിന്റെ ടേസ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനത്തെ കുറെ രീതിയാണ് കൺസിസ്റ്റൻസി സ്കോർ കാർഡ്. സോ വൺസ് യു അനലൈസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്, നമുക്കിത് എത്രത്തോളം നമ്മളെ ഒരു ഗ്രേഡിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഓക്കെ, അപ്പൊ അതാണ് ഇതിൻ്റെ ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഡൗട്ട് കാര്യമായിട്ടൊന്നുമില്ല. ആക്ച്വലി ഒരു ഐഡിയൽ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് പറഞ്ഞത്. Basically, the thing is, apart from doing business and making money, we have to consider a design approach. അതായത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം.